എല്ലാത്തിലും നന്മയും ഈശ്വരൻ സൗന്ദര്യം ദർശിക്കാനുള്ള സന്ദേശവുമായാണ് വിഷുപ്പുലരി എത്തുന്നത്. മതപരമായ എല്ലാ വിശേഷ ദിവസങ്ങളും ആഘോഷങ്ങളും പ്രപഞ്ചശക്തിയുടെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ അപാരമായ വൈഭവത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. അതിനു മുമ്പിൽ അഹന്തയുടെ പത്തി മടക്കി ആത്മസമർപ്പണത്തോടെ നീങ്ങണം എന്നുള്ളതാണ് മതവും ആധ്യാത്മികതയും മനുഷ്യനെ ചൊല്ലിത്തരുന്ന ഏറ്റവും വലിയ പാഠം. നമ്മൾ മനുഷ്യർ ഒരിക്കലും പഠിക്കാൻ കൂട്ടാക്കാത്ത പാഠമാണത്. ഓണം കഴിഞ്ഞാൽ കേരളീയരുടെ പ്രിയപ്പെട്ട ആഘോഷമാണ് വിഷു. മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന ദിനമാണ് വിഷു. പുതുവർഷപ്പിറവിയായി ഭാരതത്തിന് പല ഭാഗത്തിലും ഇത് ആഘോഷിക്കുന്നുണ്ട്. നാടങ്ങും സ്വർണ്ണവർണ്ണം ചാർത്തി പൂത്തുലി നിൽക്കുന്ന കണിക്കൊന്നയാണ് വിഷു എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലോടിയെത്തുക. സന്തോഷപൂർണമായ പുതുവർഷത്തെക്കുറിച്ചുള്ള പ്രാർത്ഥനയും പ്രതീക്ഷയുമാണ് വിഷു. ഐശ്വര്യം തുളുമ്പി നിൽക്കുന്ന വിഷുക്കണി കണ്ടാൽ വരാൻ പോകുന്ന വർഷം മുഴുവനും സന്തോഷപൂർണമാവുമെന്നാണ് നമ്മുടെ വിശ്വാസം. നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ പ്രഭ ചൊരിയുന്ന കൃഷ്ണവിഗ്രഹമാണ് കണിയിൽ പ്രധാനമായിട്ടുള്ളത്. ഓട്ടുരുളിയിൽ അരി, മുണ്ട്, സ്വർണം, വാൽക്കണ്ണാടി, വെറ്റിലപ്പാക്ക്, കുങ്കുമച്ചപ്പ്, ഗ്രന്ഥം, തേങ്ങ, ചക്ക, മാങ്ങ തുടങ്ങി നാട്ടിൽ ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളെല്ലാം ചേർന്നാണ് വിഷുക്കണി. ചിലയിടങ്ങളിൽ നിറപറയും തെങ്ങും പൂക്കലയും ഒരുക്കി വയ്ക്കാറുണ്ട്. ഇതെല്ലാം മംഗളകരമായ വസ്തുക്കളാണ്, ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. എല്ലാ ധനങ്ങളിലും വെച്ച് ശ്രേഷ്ഠം വിദ്യാധനമാണല്ലോ. അതിനാൽ താളിയോല ഗ്രന്ഥവും കണിക്കൂട്ടത്തിലുണ്ടാകും. ദേവി മഹാത്മ്യവും ഭഗവത്ഗീതയാണ് പതിവ് അത് വയ്ക്കുന്നത്. കണിക്കൂട്ടത്തിൽ കണ്ണാടിയെടുത്ത് മുഖം നോക്കുക പതിവുണ്ട്. നമ്മുടെ മുഖത്ത് അഴുക്കുണ്ടെങ്കിൽ കള്ളമില്ലാതെ കണ്ണാടി അത് തുറന്നു പറയും. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കഥയുണ്ടല്ലോ. ഒരു ഗുരുവിന് 2 ശിഷ്യന്മാരുണ്ടായിരുന്നു. അപ്പോഴും വഴക്കും. ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് മറ്റേ ആടെ കുറ്റം പറയും, മറ്റേ ശിഷ്യൻ ഈയാടെ കുറ്റം പറയും. ഇങ്ങനെ കുറ്റം പറയാനേ അവർക്ക് സമയമുള്ളൂ. അല്ല ഒരു നല്ല സന്ദേശമോ ചോദ്യമൊന്നും അവർ ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കുന്നതിന് ജീവിക്കില്ല. ഇപ്പോൾ ഒരു ദിവസം 2 പേരും കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഒരാളെ പറഞ്ഞയച്ചിട്ട് 2 പേരുടെയും മുഖത്ത് വിരൂപത വരച്ച് വെച്ചപ്പോൾ എന്നിട്ട് ഒരാൾ ആദ്യം എഴുന്നേറ്റ് ഉറക്കം എഴുന്നേറ്റിട്ട് മറ്റേ കിടക്കുന്ന ആളെ കണ്ടപ്പോൾ അല്ലാണ്ട് വിരൂപമായി വരച്ചിരിക്കുക. അപ്പോൾ അത് നോക്കി കിടന്നുകൊണ്ട് കളിയാക്കി ചിരിക്കുക, ഹോ ഹോ ചിരിച്ചിരിക്കൊണ്ടേയിരിക്കുക. ചിരിയുടെ ശബ്ദം കേട്ട് മറ്റേ ആളും എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇയാളുടെ മുഖത്ത് വിരൂപത ഉണ്ട്. അയാളും കിടന്നങ്ങൾ ചിരിക്കുക. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഒരാൾ എന്ത് ചിരിക്കുന്നത് വെച്ച്, നീ എന്തിനാണ്ടാ ചിരിക്കുന്നത് വെച്ചു. ആദ്യത്തെ ആളൊരു കണ്ണാടി എടുത്ത് അയാളുടെ മുഖം കാണിച്ചു കൊടുത്തു. അപ്പോൾ തൻ്റെ വിരൂപത സ്വയം മനസ്സിലാക്കി അയാൾ തന്നെ ആ കണ്ണാടി തിരിച്ചു മേടിച്ച് അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ അയാളുടെ വിരൂപത മനസ്സിലായി. 2 പേരെയും വിരൂപത വെള്ളമോ. അപ്പോൾ ഗുരു അടുത്തെന്ന് പറഞ്ഞു, മോനെ ഇപ്പം മനസ്സിലായോ, അവനവൻ്റെ തെറ്റ് നോക്കുമ്പോൾ തിരുത്തതിന് പകരം ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം കണ്ട് പുച്ഛിച്ച് ചിരിക്കും. നിങ്ങളുടെ വിഡ്ഢിത്തം ഓർത്ത് ചിരിക്കും. അവനവൻ്റെ വിഡ്ഢിത്തം ഓർത്താണ് ചിരിക്കേണ്ടത്, മറ്റവനെ കളിയാക്കിയല്ലേ ചിരിക്കേണ്ട. എല്ലാം മറന്ന് ചിരിക്കണം, സ്വന്തം വിഡ്ഢിത്തം ഓർത്ത് ചിരിക്കണം. ആ ഒരു ഭാവത്തിലേക്ക് ഓർക്കണം. അപ്പോൾ നമ്മുടെ വിഡ്ഢിത്തം ഓർത്ത് ചിരിക്കാനുള്ള കണ്ണാടിയും കൂടിയാണ്. പിന്നെ അഴുക്കളുണ്ടെങ്കിൽ എടുത്ത് കളയുക. സത്യം കാണാനുള്ള കഴിവുണ്ടെങ്കിലും നമ്മളത് ഉപയോഗിക്കാറില്ല. എന്നാൽ കണ്ണാടി അങ്ങനെയല്ല ഉള്ളതുപോലെ കാണിക്കും. എപ്പോഴും പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഇരിക്കുന്ന നമ്മൾ തിരിഞ്ഞ് നമ്മളിലേക്ക് തന്നെ നോക്കണമെന്ന സന്ദേശവും കണ്ണാടി തന്നെ നൽകുന്നു. അവനവനെക്കുറിച്ചറിഞ്ഞാൽ പിന്നെ മറ്റൊന്നും അറിയാനില്ല. ഭാവിയെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ മോഹന സങ്കല്പങ്ങളെയാണ് കണി ഓർമ്മിപ്പിക്കുന്നത്. വരാൻ പോകുന്ന കാലം നല്ലതായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിലും അങ്ങനെ പ്രതീക്ഷിക്കുന്നതിലും തെറ്റില്ല. എന്നാൽ യാഥാർത്ഥ്യബോധത്തോടായിരിക്കണം നമ്മുടെ പ്രതീക്ഷകൾ. അല്ലെങ്കിൽ നമ്മൾ തെറ്റുതിരുത്താൻ തയ്യാറാകില്ല, അബദ്ധത്തിൽ ചെന്ന് ചാടുകയും ചെയ്യും. നമ്മുടെ ഭാവി നന്നാകണമെങ്കിൽ അതിന് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് ശരിയായ പ്രയത്നം നമ്മൾ ചെയ്യണം.